നമസ്കാരം, ഞാൻ നുസ്രത് ജഹാൻ. ഇന്നലെ പാർലമെന്റിൽ അസുദ്ദീൻ ഉവൈസിയുടെ സത്യപ്രതിജ്ഞ കണ്ടു കാണും എല്ലാവരും. അത് കഴിഞ്ഞിട്ട് അയാളെ സെക്കൻഡുകൾക്കകം അയാളെ ജയ് വിളിച്ചത് എന്താണ്? ഭരണഘടനാ വിരുദ്ധമായ സംഗതി അയാൾ ചെയ്ത്. ജയ് ഭീം, ജയ് മീം, ജയ് തെലങ്കാന, ജയ് പാലസ്തീൻ, അല്ലാഹു അക്ബർ. മറ്റൊരു രാജ്യത്തിന് വേണ്ടി നമ്മളൊരു പരമോന്നത പദവി കയ്യിലെടുത്ത് സെക്കൻഡുകൾക്കകം ഒരു കളിയാക്കിയ പോലെ, ഭരണകൂടത്തിനെ കളിയാക്കിയ പോലെ, ഡെമോക്രസിയെ കളിയാക്കി പോലെ ഭരണഘടനയെ എടുത്ത് പന്ത് തട്ടി കളിക്കുന്നത് ഇവരൊക്കെ തന്നെയാണ് ചെയ്യുന്നത്. അദ്ദേഹത്തിനെ അസുദ്ദീൻ ഉവൈസിയെ പാർലമെന്റിൽ നിന്ന് പുറത്താക്കണം. അതിനുള്ള നടപടികൾ സ്പീക്കർക്കും പ്രധാനമന്ത്രിക്കും സുപ്രീം കോടതിനും അയക്കാൻ റിപ്പബ്ലിക്കൻ പാർട്ടി ഓഫ് ഇന്ത്യ തയ്യാറായി കഴിഞ്ഞു. തീർച്ചയായിട്ടും അദ്ദേഹത്തിനെ ഡിസ്ക്വാളിഫൈ ചെയ്ത് പാർലമെന്റിൽ നിന്ന് പുറത്താക്കണം. ഒരു MP ആയി ഇരിക്കാനുള്ള അർഹത ഇതുപോലെ ജയ് വിളിക്കുന്ന മറ്റൊരു രാജ്യത്തിന് വേണ്ടിയിട്ട് ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള ജയ് വിളി സത്യപ്രതിജ്ഞയ്ക്ക് വിരുദ്ധമാണെന്നുള്ളത് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. തീർച്ചയായിട്ടും ഇയാൾക്കെതിരെ നടപടിയെടുക്കണം. അല്ലെങ്കിൽ ഇതുപോലുള്ള സംഗതികൾ ഇനിയും സത്യത്തിന് ഡെമോക്രസിക്ക് വിരുദ്ധമായ സംഗതികൾ തന്നെയാണ്. ഇപ്പൊ ഇവരൊക്കെ ഈ ഭരണഘടന കയ്യിലെഴുതിക്കൊണ്ടാണ് ഇവർ നടക്കുന്നത്. ഇവരെന്നെ തച്ചു പൊളിച്ച ഭരണഘടനയെ ഉയർത്തിപ്പിടിച്ച് BJPക്ക് എതിരെ കളിക്കുന്ന ഈ ഒരു ഗാങ്ങിനെ തകർക്കുക എന്നുള്ളത് തന്നെയാണ് ഭാരതത്തിന്റെ നരേന്ദ്രമോദിയും കൂട്ടരും ചെയ്യുന്നത്. അതിനൊക്കെ വേണ്ടി അദ്ദേഹത്തിന് ഊർജം നൽകട്ടെ. ഈ ഭരണഘടനയുടെ ശക്തി, ഭാരതത്തിന്റെ സംസ്കാരത്തെ, ഭാരതത്തിന്റെ ഡെമോക്രസിയെ ഒരുത്തനും പൊളിക്കാൻ പറ്റൂല എന്നുള്ളത് പ്രൂവ് ചെയ്യണം നമ്മൾ ഓരോരുത്തരും. വി ഷുഡ് റേസ് വോയിസ് അഗെയിൻസ്റ്റ് ദാറ്റ്. കോൺസ്റ്റിറ്റ്യൂഷനെതിരായിട്ട് നടപടികൾ എടുക്കുന്നവരെ പുറത്താക്കുക പാർലമെന്റിൽ നിന്ന്.